ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാത്രിക്കത്തേക്ക് എന്താ കറി എന്ന് ചിന്തിച്ചപ്പോഴേ കുറച്ച് തക്കാളി ഉണ്ട്. അപ്പോൾ എന്നാൽ തക്കാളി ചട്നി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ വലിയൊരു സവാള ഇടത്തരം സവാളയാണ്. അങ്ങനെ ഏതായാലും ഞാൻ ചെറുതായിട്ടൊന്ന് അരിയട്ടെ. ഇവിടെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ആശി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് തക്കാളി ചട്നി ഇഷ്ടമുള്ളത്? എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, കുട്ടികൾക്കും ഇഷ്ടമല്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ടേ അത്രയും ഉണ്ടാക്കാന്നേ ഉള്ളൂ. അവരൊക്കെ എത്രത്തോളം കഴിക്കുമെന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ ഇതിലൊരു ചെറിയൊരു ടിപ്പ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണെന്ന് നോക്കാമല്ലോ. നമ്മളെ വീട് മാറിയപ്പോൾ കുറച്ച് പാത്രങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനെന്താ ചെറിയൊരു കുക്കറിലാണ് കേട്ടോ തക്കാളി ചട്നി ഉണ്ടാക്കുന്നത്. മാത്രമല്ല തക്കാളി ചട്നിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് നല്ല വെന്ത് വരണ്ടേ, അപ്പോൾ അതിന് ഇത് നല്ലതാണെന്ന് തോന്നി. ഏതായാലും ഞാനിതാ കടുകില്ല പിന്നെ ഉലുവ ഇട്ടു, അതുപോലെ തന്നെ ജീരകം ഇട്ടിട്ടുണ്ട്. നമ്മൾ തക്കാളി ചട്നീൻ്റെ ആ സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് ഇട്ട് വന്ന് പിന്നെ അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി ഇട്ടു, പിന്നെ മുളകും പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉണക്കമീൻ, ഒരു 4-5 കഷ്ണം ഈ ഉണക്കമീനില്ലേ, ഈ നമ്മളെ നാട്ടിലൊക്കെ കിട്ടും ഉണക്കസ്രാവിൻ്റെ പിന്നെ എല്ല്, അതും കൂടെ കഴുകിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ഉണക്കമീൻ്റെ അല്ലെങ്കിൽ ഒരു മീൻ കറിയുടെ ഒക്കെ ടേസ്റ്റ് വരികയാണെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ വീഡിയോ. അങ്ങനെ ഞാനിതാ ഇത് കഴുകിയിട്ട് ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന്. 2 സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആരാണെങ്കിലും അവർക്ക് ഒരുപാട് താങ്ക്സ്. ഇതൊരു സിമ്പിൾ കറിയാണെങ്കിലും നല്ല കറിയല്ലേ, അതുകൊണ്ട് എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.